മേജർ രവി എന്ന് പറയുന്ന മനുഷ്യന്റെ സ്റ്റേറ്റ്മെന്റുകൾ കേരളത്തിന്റെ പൊതുബോധം എങ്ങനെ കൺസീവ് ചെയ്യുമെന്ന് എന്തിനാ നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നേ? കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ മനസാക്ഷിക്ക് നിരക്കാത്ത ഏറ്റവും അധികം നെറുകെട്ട രാഷ്ട്രീയം പറഞ്ഞ എത്ര കാര്യങ്ങളാണ് കടന്നു കഴിഞ്ഞു പോയത്. നമ്മൾ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ലാലേട്ടൻ സ്ക്രിപ്റ്റ് പോലും നോക്കാതെയാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹം ആ സിനിമ അഭിനയത്തിന് ഡേറ്റ് കൊടുക്കുകയില്ലായിരുന്നു എന്ന ലോജിക്കിനോ സാമാന്യബോധത്തിനോ പ്രാക്ടിക്കൽ സെൻസിനോ ഒന്നും നിരക്കാത്ത വർത്തമാനം പറഞ്ഞു പോയ മേജർ രവി അങ്ങനെ വർഗീയത എവിടെയെല്ലാം പറയാൻ പറ്റുമോ അതെല്ലാം പറയുന്ന ഇദ്ദേഹത്തിന്റെ സിനിമകൾ പോലും ഇദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിൽ പടച്ച് ഉണ്ടാക്കിയതാണ് എന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത് എവിടെയാണ്? ഇദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നില്ലേ? സുരേഷ് ഗോപി വളരെ യാദർശികമായി വന്ന് പറഞ്ഞു പോയ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഇത്. അദ്ദേഹം ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന്. ഇന്ന് ഈ സോഷ്യൽ മീഡിയ കാലത്ത് എന്തുമാത്രം തെളിവുകൾ, ഡേറ്റകൾ, വീഡിയോകൾ ഇങ്ങനെ ആളുകൾക്ക് ഷോക്കേസ് ചെയ്ത് കിടക്കുമ്പോഴാണ് മേജർ രവി പറയുന്നത് 55ഓളം വാഹനങ്ങളുമായാണ് പിണറായി വിജയൻ ഇന്നസെന്റിന്റെ നിര്യാണ സമയത്ത് വന്നത് അനുശോചനം രേഖപ്പെടുത്താൻ. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പോലീസുകാരുടെ അകമ്പടിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്ന വീഡിയോ മുഖ്യധാരാ മാധ്യമം വരെ ആ ദിവസത്തെ പിണറായിയുടെ വരവും നിപ്പും ഇരിപ്പും പോക്കും എടുത്ത് ചർച്ച ചെയ്യാനായി വീഡിയോ സഹിതം വിട്ടുകൊടുത്തപ്പോ അതിനൊരു കമന്റ് പറയാൻ തയ്യാറാകാതെ മേജർ രവി എന്ന നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ വക്താവ് ഇന്നും ഈ കേരള മനസാക്ഷിയിൽ ഇങ്ങനെ പതഞ്ഞു പൊന്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഏത് കാര്യം എപ്പോൾ പറയണമെന്ന് ഒരു വകതിരിവില്ലാത്ത, എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും വർഗീയതയുടെ കൂട്ടുപിടിക്കുന്ന BJPയുടെ നാവായി ഇദ്ദേഹം മാറിയിട്ട് വർഷങ്ങൾ എത്രയായി? ഇദ്ദേഹത്തിന്റെ സിനിമകൾ ഒരുപക്ഷെ നല്ല രീതിയിൽ കടന്നുപോയ ജനങ്ങൾ പോലും ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അബദ്ധം പറ്റി ഒരു വർഗീയവാദിയുടേതാണ് നമ്മൾ കണ്ട സിനിമകൾ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, ഒരു സംശയവും വേണ്ട. എന്നിട്ട് ഒരു ഡേറ്റയും ഇല്ലാതെ ഇന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ ഒരു അനുശോചന യോഗത്തിന് അല്ലെങ്കിൽ ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ പോയതിനെ വെറും വാർത്തകളിൽ ഇടം പിടിക്കാൻ വേണ്ടി മേജർ രവി എന്ന് പറഞ്ഞത് എന്നുള്ളത് തെളിവ് സഹിതം ഇന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്.